ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമെന്റർ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സീരീസിലെ ഫസ്റ്റ് ക്ലാസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ സിലബസിൽ വരുന്ന കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ രാവിലെ വായിക്കേണ്ടത്, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സിലബസിലുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നതെന്നും പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ പഠനം ആരംഭിക്കാം. എല്ലാ SSC എക്സാമുകൾക്കും അതുപോലെ ബാങ്ക് എക്സാമുകൾക്കും അതുപോലെ ഇംഗ്ലീഷ് ചോദിക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും നിങ്ങൾക്കിനി പുറത്തുനിന്ന് വേറെ ഒരു ക്ലാസ് കാണേണ്ടി വരത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് തിയറിയും എല്ലാ പ്രാക്ടീസും എല്ലാം വൊക്കാബുലറി എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. മാത്സിൻ്റെ ഇംഗ്ലീഷിൻ്റെയും GKയുടെയും ക്ലാസ്സുകൾക്ക് ഓൾറെഡി ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ചാനൽ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു സെൻറ്റൻസ് എഴുതുകയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് വെച്ച് വായന തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. കുഴപ്പമില്ല, ആദ്യം മനസ്സിലാവില്ല എന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇൻ്റർനെറ്റും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സെറ്റ് ആക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ചെറിയ ചെറിയ വാക്കുകൾ ഒരു ദിവസം പഠിച്ചു പോവുക. ചെറിയ ചെറിയ വാക്കുകൾ പഠിച്ചത്, ഒരുപാട് കട്ടിയുള്ള വാക്കുകൾ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ വായന എന്ന് പറയുന്ന പ്രോസസ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അതെന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക. അർത്ഥങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് ഇമ്പ്രൂവ് ആയെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരു സാധനം കിട്ടിയാൽ അത് വായിച്ച് മനസ്സിലാക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങളെത്തും. അതിൻ്റെ കൂടെ നമ്മുടെ ക്ലാസ് വിടാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഒരിക്കലും ഒരു ഹൈ ലെവൽ ക്ലാസ് അല്ല, ബേസ് ലെവൽ മുതലാണ് നമ്മൾ പോകുന്നത്, ഹൈ ലെവലിലോട്ട് പോകും. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഓരോ ടോപ്പിക് വൈസ് ക്ലാസ്സുകളിലേക്കും പോവാം. അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് എഴുതുവാണ്. ടുഡേ we will discuss about the basic fundamentals of English. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഞാൻ എഴുതി. അപ്പോൾ ഈ സെൻറ്റൻസ് കറക്റ്റ് ആണോ, അതോ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് കാണാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് നിങ്ങൾ കമൻ്റായിട്ട് പറയുക. ലൈവ് കാണുന്നവർ കമൻ്റായിട്ട് പറയും. അപ്പോൾ ഇവിടെ ടുഡേ വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ബേസിക് ഫണ്ടമെന്റൽസ് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കാണുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും, എന്ത് ചെയ്യും, ഒറ്റ തവണ വായിക്കുമ്പോൾ വിചാരിക്കും കറക്റ്റ് ആണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഈ ഡിസ്കസ് അബൌട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഡിസ്കസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഡിസ്കസ് അബൌട്ട് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്തില്ല, നോ പ്രിപ്പോസിഷൻ. ഇതിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ ഒന്നും വരത്തില്ല. പ്രിപ്പോസിഷൻ എന്താണെന്നൊക്കെ സെപ്പറേറ്റ് നമ്മൾ പ്രിപ്പോസിഷൻ്റെയും നൗണിൻ്റെയും അഡ്ജക്റ്റീവിൻ്റെയും ആഡ്വർബിൻ്റെയും എല്ലാം ക്ലാസ്സുകൾ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മളൊന്നും അറിയുക, കുറച്ച് ഇതേപോലത്തുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡിസ്കസ് കഴിഞ്ഞിട്ട് എന്ത് വേണ്ട, ഈ എബൌട്ട് എന്ന് പറയുന്നത് വേണ്ട. അവിടെ എന്താവും, അവിടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ പറയുകയാണ്. ഓൾറെഡി ഡിസ്കസ് തന്നെ എല്ലാം ഉണ്ട്. ഡിസ്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ബേസിക് ഫണ്ടമെന്റൽസ്. ഓൾറെഡി ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്ത് വേണ്ട, ബേസിക് എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യുകയാണ്, അവിടെ വാക്കുകൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ സൂപ്പർ ഫ്ലൂവസ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ സൂപ്പർ ഫ്ലൂവസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, എക്സ്പ്രഷൻസ് പറയുന്നത്. സൂപ്പർ ഫ്ലൂവസ് എക്സ്പ്രഷൻസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് സൂപ്പർ ഫ്ലൂവസ് എക്സ്പ്രഷൻ. നമുക്ക് വേണ്ടുന്നതിനേക്കാളും കൂടുതൽ ഒരേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി അതേപോലത്തുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് പഠിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഇത് കാണുവാണെങ്കിൽ എററിനകത്ത് ഒരുപാട് ചോദിക്കും കേട്ടോ. മെയിൻലി ബേസിക് ആയിട്ടുള്ള SSC GD MTS എക്സാമുകൾക്കാണ് ഇതേപോലത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും റിവൈസ് എഗെയിൻ, അതുപോലെ റിട്ടേൺ ബാക്ക്. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. റിട്ടേൺ ബാക്ക്. അടുത്ത ബ്ലണ്ടർ മിസ്റ്റേക്ക്. അതുപോലെ ആംഗ്രി മോബ്, ഫ്യൂണറൽ സെറിമണി. അടുത്ത അഡ്വാൻസ് നോട്ടീസ്. അപ്പോൾ ഈ ഒരു വാക്കുകളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ റിവൈസ് എഗെയിൻ, ഇവിടെ എഗെയിൻ്റെ ആവശ്യമില്ല. റിവൈസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാണ്, വീണ്ടും അത് നോക്കുക എന്നുള്ളതാണ്. റിട്ടേൺ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, റിട്ടേൺ എന്ന് പറഞ്ഞാൽ തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ബാക്ക് എന്ന് പറയുന്ന സംഭവം അതിനകത്ത് ഓൾറെഡി വരുന്നുണ്ട്, പിന്നെ ബാക്കിന്റെ ആവശ്യമില്ല. ബ്ലണ്ടർ മിസ്റ്റേക്ക്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അവിടെ ഒരു മിസ്റ്റേക്കാണ്, വലിയ മിസ്റ്റേക്കാണ്. അപ്പോൾ ഇവിടെ ബ്ലണ്ടറിന്റെ കൂടെ പിന്നെ മിസ്റ്റേക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ ആംഗ്രി മോബ്. ഓൾറെഡി മോബ് എന്ന് പറഞ്ഞാൽ തന്നെ ആംഗ്രി ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടമാണ്.
ഇവിടെ ആഗ്രി എന്നുള്ള വാക്ക് പറയേണ്ട ആവശ്യമില്ല. ഫ്യൂണറൽ സെറിമണി, ഇപ്പോൾ സെറിമണി എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്താണ് ഫ്യൂണറൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് ആ ഒരു സെറിമണി ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. ഇനി അഡ്വാൻസ് നോട്ടീസ്, ഇവിടെ അഡ്വാൻസിന്റെ ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നോട്ടീസ് എന്ന് പറഞ്ഞാൽ തന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഇതിനാണ് നമ്മൾ സൂപ്പർഫ്ലൂവസ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ പിന്നെ അവിടെ ബേസിക്കിന്റെ ആവശ്യമില്ല. അപ്പം ഇങ്ങനത്തെ ഈ ഒരു കാര്യം മസ്റ്റായിട്ടും ഓർത്ത് വെക്കുക. ഇങ്ങനത്തുള്ള ഈ വാക്കുകൾ റിവൈസ് അഗൈൻ എന്ന് വേണ്ട, റിട്ടേൺ ബാക്ക് എന്ന് വേണ്ട, ബ്ലണ്ടർ. ഈ റിട്ടേൺ ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇടയ്ക്കിടയ്ക്കുള്ള എക്സാം എടുക്കും. ഇപ്പോൾ PSC ആണെങ്കിൽ പോലും ഇത് ചോദിക്കാറുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിന്റെ ആ ഒരു ബ്ലോക്കിലേക്ക്, ഇംഗ്ലീഷിന്റെ ഫണ്ടമെന്റൽ ബ്ലോക്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ ലെറ്റർ എന്താണെന്ന് പറയണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പറയാം, നമ്മളുടെ ലെറ്റേഴ്സ്. ഏത് ലെറ്ററാണ്, നമ്മുടെ കത്തല്ല, അക്ഷരങ്ങൾ. ലെറ്റർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയുണ്ട് നമ്മുടെ ലെറ്റേഴ്സ്? അത് ലെറ്റർ കൂടി ചേർന്നാണ് നമുക്ക് എന്ത് വരുന്നത്, വേർഡ് ഉണ്ടാകുന്നത്. ഇപ്പോൾ വേർഡ് എങ്ങനെയാണ്, എന്താണ് വേർഡ് എന്നൊക്കെ നമുക്ക് ഇപ്പോൾ പറയാം. അടുത്തത് അത് ചേർന്നാണ്, വേർഡുകൾ ചേർന്നാണ് ഫ്രേസ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്ലോസ് ഉണ്ടാവും. ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ക്ലോസ് ഉണ്ടാവും, അതുപോലെ സെന്റൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ഫൈനലി എന്തുണ്ടാവുന്നത്, സെന്റൻസുകൾ ഫോം ചെയ്യുന്നത്. നമ്മൾ വാക്യം എന്ന് മലയാളത്തിൽ പറയും, സെന്റൻസുകൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കേ, നിങ്ങൾ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ്, ABCDEF അങ്ങനെ 26 വേർഡ്സ് ലെറ്റേഴ്സ് ഇസഡ് വരെ. അപ്പൊ ഇതിൽ ഞാനിങ്ങനെ ചുമ്മാ എഴുതുവാണ്, ANT, AZP, AND, ZOO, ZXT, TQR, POQ. അപ്പൊ ഇങ്ങനെ കുറെ നമ്പർ ലെറ്റേഴ്സ് ചേർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കൂട്ടം എഴുതിയേക്കുവാണ്. ഇപ്പൊ ലെറ്ററുകളുടെ എല്ലാം കൂട്ടത്തെ നമുക്ക് വേർഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മീനിങ് ഫുൾ ഉള്ളൊരു വാക്കാണ്. EZP ഒരു വാക്കില്ല, ആൻഡ് സു വാക്കാണ്. ZXT എന്ന് പറഞ്ഞൊരു വാക്കില്ല, TQR എന്ന് പറഞ്ഞ വാക്കില്ല, ഇങ്ങനത്തെ ഒരു വാക്കില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നമ്മളുടെ ലെറ്റേഴ്സ് ചേർന്നാണ് നമ്മൾ വേർഡ്സ് ഉണ്ടാകുന്നത്. പക്ഷെ ആ വേർഡ്സ്, അതിനെ വേർഡ് എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയണം, മീനിങ് ഫുൾ കണക്ഷൻ വേണം. മീനിങ് ഫുൾ കളക്ഷൻ ഓഫ് ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേർഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മീനിങ് ഉള്ള ഒരു വാക്കാണ്. AND, ആൻഡ്, ഇതും എന്താണ്, ആൻഡ് ഇതും ഒരു മീനിങ് ഉള്ള വാക്കാണ്. സു കാഴ്ചബംഗ്ലാവ്, അതും എന്താണ്, ഒരു മീനിങ് ഉള്ള വാക്കാണ്. അപ്പൊ നമ്മുടെ മീനിങ് ഫുൾ കളക്ഷൻ ഓഫ് ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഫ്രേസ്, ക്ലോസ്, സെന്റൻസ് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. അപ്പൊ ഇത് കളക്ഷൻ ഓഫ് ഇങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ലെറ്റേഴ്സ് ആയിട്ടുള്ള വേർഡ്സിന്റെ കളക്ഷനാണ്. കളക്ഷൻ ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. അതുപോലെ ഫ്രേസ്, ക്ലോസ്, സെന്റൻസ് അതെല്ലാം എന്തൊക്കെയാണെന്ന് പറയാം. ഫ്രേസ് എന്താണ്, ക്ലോസ് എന്താണ്, സെന്റൻസ്. ഫൈനലി നമ്മൾ എന്ത് ചെയ്യും, സെന്റൻസ് ഫോം ചെയ്യും. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. അപ്പോൾ അതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള, അപ്പോൾ ഇപ്പോൾ നമ്മൾ GDയുടെ ക്ലാസ്സിൽ മാത്സിന്റെ ബേസ് സെറ്റ് ആക്കുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിന്റെ ബേസ് നമ്മൾ സെറ്റ് ആക്കും. മാത്സിന്റെ ക്ലാസ്സിൽ കാണുന്നില്ലെങ്കിൽ SSC GDയുടെ ക്ലാസ് മസ്റ്റ് ആയിട്ട് കാണുക. ഏറ്റവും ബേസ് ലെവൽ മുതൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആൽഫബറ്റ് എന്ന് പറയുന്നതും അതുപോലെ ആൽഫബെറ്റ്സ് എന്ന് പറയുന്നത്. ആൽഫബെറ്റ്സ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ലെറ്റേഴ്സ് ആണ്. ആൽഫബെറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് ആണ്. അപ്പോൾ എങ്ങനെ, എവിടെ തൊട്ടുള്ള ലെറ്റേഴ്സ് ആണ്. ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കും ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെറ്ററിന് പകരം പറയുന്ന പേരാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത്. ആൽഫബെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ABCD ഒന്നിൽ കൂടുതൽ ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആൽഫബെറ്റ്സ് എന്ന് പറയുമെന്നായിരിക്കും വിചാരിക്കുന്നത്. ഇപ്പോൾ ABCD ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആൽഫബറ്റ് എന്ന് പറയുമെന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ABCDEFGH അങ്ങനെ A മുതൽ Z വരെയുള്ള ഇത്രയും ലെറ്റേഴ്സിന്റെ കൂട്ടത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആൽഫബറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ A മുതൽ Z വരെയുള്ള ടോട്ടൽ എല്ലാത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആൽഫബറ്റ് എന്ന് പറയുന്നത്. ഇനി ആൽഫബെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആൽഫബെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജസ് എന്നാണ് അർത്ഥം. ലാംഗ്വേജസ് ഭാഷകൾ, ലാംഗ്വേജസ് എന്നാണ് എന്തുള്ളത് അർത്ഥമുള്ളത്. അപ്പോൾ ആൽഫബെറ്റ്സ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജസ് എന്നാണ് അർത്ഥം. ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സ് ആണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. പറയുവാണെങ്കിൽ എ സ്റ്റുഡൻറ് ഓഫ് സെക്കൻഡ് ക്ലാസ് should know എന്ത് വരും? ആൽഫബറ്റ് ആണോ ആൽഫബറ്റ്സ് ആണോ? അത് നിങ്ങൾ പറയണം. ഒന്നാമത്തത്. രണ്ടാമത്തത്, രാമൻ നോസ് ഫ്രഞ്ച് നോസ്. ഇപ്പോൾ ലാംഗ്വേജിൻ്റെ ഇത് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഇടണം. ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ
ആൽഫബറ്റ് ആണോ ആൽഫബറ്റ്സ് ആണോ? ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ, അതൊക്കെ നമ്മൾ പഠിക്കും. ബിസൈഡ്സ് ചൈനീസ്. അപ്പോൾ ഇവിടെ ഏത് വരും എന്നൊന്ന് പറഞ്ഞേ. ഇവിടെ നമുക്ക് എന്ത് പറയാം? എ സ്റ്റുഡൻറ് ഓഫ് സെക്കൻഡ് ക്ലാസ് ഷുഡ് നോ. ലാംഗ്വേജ് അറിയേണ്ട ആവശ്യമില്ല. എന്താണ്? ആൽഫബറ്റ്സ് ആണോ ആൽഫബറ്റ് ആണോ? ആൽഫബറ്റ്. ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ തെറ്റാണ്. ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ആൽഫബറ്റ് ആണ്. എന്ന് വെച്ചാൽ അവിടെ ആ ഒരു ലെറ്റേഴ്സ് മൊത്തത്തിൽ അറിയണം. ഇനി രാമൻ നോസ് ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ. വാട്ട്? ജർമ്മൻ, ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ ലാംഗ്വേജസ് ആണ്. ലാംഗ്വേജസിന് എന്ത് പറയണം? ആൽഫബറ്റ് എന്ന് പറയുന്നതല്ല, ആൽഫബെറ്റ്സ്. ആൽഫബെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജസ്. അപ്പോൾ ഫ്രഞ്ചും ജർമ്മൻ ലാംഗ്വേജസ് ആർക്കറിയാം? ലാംഗ്വേജസ്, ഭാഷകൾ ആർക്കറിയാം? ചൈനീസ് കൂടാതെ ഇത് രണ്ടും ആർക്കറിയാം? രാമന്. അപ്പോൾ ഈ ആൽഫബറ്റും ആൽഫബെറ്റ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കങ്ങനെ ഓരോന്നായിട്ട് സെറ്റായിട്ട് പഠിച്ചു പോകാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. വീണ്ടും എന്ത് ചെയ്യുന്നതായിരിക്കും? എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മളുടെ ഒരു സെൻറ്റൻസിൽ നമ്മൾ മലയാളത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ടായി. രാമൻ രാവണനെ കൊന്നു. രാമൻ രാവണനെ കൊന്നു. ഇപ്പോൾ രാമൻ അവിടെ കർത്താവ് എന്ന് പറയും, രാവണൻ എന്ന് പറയുന്നത് എന്താ കർമ്മം എന്ന് പറയും, കൊന്നു എന്നുള്ളത് ക്രിയ എന്ന് പറയും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും? കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ തന്നെ കേസാണ് നമ്മുടെ ബേസിക്സ് ഓഫ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാമറിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഏതൊക്കെ ചേർന്നാണ് ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്നത്. സെൻറ്റൻസ് പറഞ്ഞാൽ ഒരു വാക്യം, ഒരു സെൻറ്റൻസിൽ. അപ്പോൾ അതിന് ഒരുപാട് എക്സാമ്പിൾ ഞാൻ തരാം. ഏതൊക്കെയാണ് സബ്ജക്റ്റ്, ഏതൊക്കെയാണ് ഒബ്ജക്റ്റ്, എന്താണ് ഒബ്ജക്റ്റ്, എന്താണ് വേർബ്, എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. അപ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, പ്ലസ് വേർബ് ഉണ്ട്. വെർബ് എന്ന് പറയേണ്ട, വേർബ് ഉണ്ട്, പ്ലസ് അടുത്ത എന്തുണ്ട്? ഒബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡൂവർ ഓഫ് ആൻ ആക്ഷൻ. ഒരു ക്രിയ അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യുന്ന, ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? വേർബ് എന്ന് പറഞ്ഞാൽ എന്താണോ ആക്ഷൻ സംഭവിക്കുന്നത്, അതിനാണ് വേർബ് എന്ന് പറയുന്നത്. ആക്ഷൻ. ഇനി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസീവർ ഓഫ് ആൻ ആക്ഷൻ. അതാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, രവി ഹഗ്ഡ് ഹിസ് സൺ. അതുപോലെ രാമ അബ്യൂസ്ഡ് ഹേമ. അപ്പൊ ഇതിൽ രണ്ടിലും ഈ ഒരു രണ്ട് സെന്റൻസ് ഓക്കെ. ഇവിടെ ആരാണ് ഹഗ്ഡ് എന്ന് വെച്ചാൽ കെട്ടിപ്പിടിച്ചു? ആരാണ് ഹഗ് ചെയ്തത്? രവിയാണ്. അപ്പോൾ ചെയ്ത ഈ കാര്യത്തെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ഇതാണ് വേർബ്. രവിയാണ് എന്ത് ചെയ്തത്? അവിടെ ചെയ്തത്. അപ്പോൾ രവി എന്താണ്? രവി ആരാണ്? രവി സബ്ജക്റ്റ് ആണ്. ആരെയാണ് കെട്ടിപ്പിടിച്ചത്? സണ്ണിനെയാണ്. അപ്പോൾ ഹൂം, സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ലിവിങ് ആയിട്ടുള്ള ആളാണ്. ലിവിങ് ഒബ്ജക്റ്റും ഉണ്ട്, നോൺ ലിവിങ് ഒബ്ജക്റ്റും. സൺ എന്ന് പറഞ്ഞാൽ ജീവനുള്ളതാണ്. ഇപ്പോൾ ഹൂം വെർബിനോട് നമ്മൾ ചോദ്യം ചോദിക്കുകയാണ്. വേർബിനോട് ചോദ്യം ചോദിക്കുകയാണ്, ഹൂം, ആരെയാണ് കെട്ടിപ്പിടിച്ചത്? ആരെന്ന് പറഞ്ഞതിന് ചോദിക്കുന്ന ചോദ്യമാണ് ഹൂം എന്ന് പറഞ്ഞത്. ഹൂം എന്ന് പറഞ്ഞാൽ ആര്. ഹൂം, ആരെയാണ് കെട്ടിപ്പിടിച്ചത്? നമ്മുടെ സണ്ണെയാണ്. അപ്പോൾ ആ ഒരു വേർബിനോട് നമ്മൾ ഹൂം എന്ന് പറയുന്ന, ഹൂം അല്ലെങ്കിൽ ഹൂ, വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരുപാട് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇതെന്താണ്? ഈ സൺ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്റ്റ്. ആർക്കാണോ ആ ഒരു പ്രവൃത്തിയുടെ റിസൾട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ രാമ അബ്യൂസ്ഡ് ഹേമ. രാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സബ്ജക്റ്റ് ആണ്, ചെയ്ത ആള്. അബ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബാണ്. ഹേമ എന്ന് പറഞ്ഞാൽ ആർക്കാണ് കിട്ടിയത്? ഹൂം, ആരെയാണ് അബ്യൂസ് ചെയ്തത്? ഇത് ലിവിങ് ആണ്. അപ്പോൾ ഹേമ ആരാണ്? ഇതാണ് ഒബ്ജക്റ്റ് എന്ന്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾ ഞാൻ ഇതിൻ്റെ പറഞ്ഞുതരാം. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കാര്യങ്ങളോട് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾ പറയാം. ഇനി നമ്മുടെ വേർബ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് വേർബ്, ക്രിയ എന്ന് പറയുന്നത്. ഇത് നിങ്ങളെ ഒരുപാട് എന്ത് ചെയ്യും? നമ്മളുടെ കാര്യങ്ങൾ പഠിക്കാൻ ഒരുപാട് വേർബ്സ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് എന്തായിക്കോളും? തന്നെ സെറ്റായിട്ട് വരും. ഓക്കെ. അപ്പോൾ വേർബ് എന്ന് പറഞ്ഞാൽ വേർബിനോട് നമ്മൾ രണ്ട് ചോദ്യം ചോദിക്കും ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. അതിൽ ഒരു ചോദ്യമാണ് വാട്ട്, എന്താണ്. രണ്ടാമത്തെ ചോദ്യമാണ് ഹൂം, ആരാണ് അല്ലെങ്കിൽ ആർക്കാണ്. ഇവിടെ നമുക്ക് വാട്ട് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ചോദിക്കുന്നത്? നോൺ ലിവിങ് ആയിട്ടുള്ള വേർബ്സിൻ്റെ അടുത്ത് നോൺ ലിവിങ് ആണ് നമ്മുടെ ആൻസർ കിട്ടുന്നതെങ്കിൽ. ഇപ്പോൾ വാട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ നോൺ ലിവിങ് ആണെങ്കിൽ അതെന്താണ്? അതായിരിക്കും നമ്മളുടെ നോൺ ലിവിങ് ചോദിക്കുന്ന വാട്ടാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഞാൻ എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. ഇനി ലിവിങ് ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ഹൂം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. അതുപോലെ ഇനി പ്രിപ്പോസിഷൻ വന്നാൽ, പ്രിപ്പോസിഷൻ പറഞ്ഞാൽ ഇൻ, ഓൺ, ബിഫോർ, ആഫ്റ്റർ അങ്ങനെയൊക്കെ പറയുന്ന വാക്കുകളാണ്. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പോസിഷൻ പഠിക്കും. സെപ്പറേറ്റ് ആയിട്ട് ഫുള്ള് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ ഒന്ന് വരട്ടെ. പ്രിപ്പോസിഷൻ. അപ്പോൾ പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ പ്രിപ്പോസിഷൻ്റെ കൂടെ എപ്പോഴും എന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിരിക്കും. ഓൾവേസ് പ്രിപ്പോസിഷൻ്റെ കൂടെ ആര് കണ്ടേ പറ്റൂ?
ഒബ്ജക്റ്റ് കണ്ടേ പറ്റൂ. ഓൾവേസ് എന്ത് കാണും? പ്രിപ്പോസിഷൻ്റെ കൂടെ എപ്പോഴും എന്ത് കാണും? ഒബ്ജക്റ്റ് ആണ്. വെർബിൻ്റെ കൂടെ വേണമെന്ന് നിർബന്ധമില്ല. വാട്ടിൻ്റെ ആൻസറും അല്ലെങ്കിൽ ഹൂമിൻ്റെ ആൻസറും കിട്ടിയാൽ മാത്രമേ ഒബ്ജക്റ്റ് കിട്ടുമെന്ന് പറയൂ. പക്ഷേ പ്രിപ്പോസിഷൻ്റെ കൂടെ ഓൾവേസ് എന്ത് കാണും? ഒബ്ജക്റ്റ് കാണും. അതൊക്കെ ഞാൻ എക്സാമ്പിൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താവാം? ഒബ്ജക്റ്റ് എന്തൊക്കെയാവാം? നൗണും ആവാം, അല്ലെങ്കിൽ പ്രോനൗണും ആവാം. പ്രോനൗൺ, അപ്പോൾ എന്താണ് നൗൺ, എന്താണ് പ്രോനൗൺ, അതൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നൗണും ആവാം, പ്രോനൗൺ ആവാൻ എന്തിൻ്റെ കൂടെ? ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ്റെ കൂടെ ഓൾവേസ് ആര് കാണും? നമ്മളുടെ ഒരു ഒബ്ജക്റ്റ് കാണും പ്രിപ്പോസിഷൻ്റെ കൂടെ. അത് ആരും ആവാം, നൗണും ആവാം, പ്രോനൗണും ആവാം. അപ്പോൾ സബ്ജക്റ്റും അതുപോലെ തന്നെ ഒബ്ജക്റ്റും എന്താവാം? എയ്തർ നൗൺ അല്ലെങ്കിൽ എയ്തർ നൗൺ ഓർ പ്രോനൗൺ. നൗണോ അല്ലെങ്കിൽ പ്രോനൗൺ ആവാം. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നാമം. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾ നിങ്ങളുടെ മുന്നിൽ എഴുതാം. അപ്പോൾ ആ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സബ്ജക്റ്റ് ഏതാണ്? അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സാമ്പിൾ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ അതിൽ സബ്ജക്റ്റ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണ്, ആക്ഷൻ ഏതാണ്, അതെല്ലാം എന്ത് ചെയ്യാം? നമുക്ക് ഒന്ന് നോക്കാം. യെസ്, ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേ. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോരോ സെൻറ്റൻസ് എഴുതി അതിൻ്റെ സബ്ജക്റ്റും വെർബും ഉപയോഗിച്ച് നോക്കാം. യെസ്. അതിലെ ഒന്നാമത്തെ, മൈ ഫ്രണ്ട് സർപ്രൈസ്ഡ്. My friend surprised all of us. Then second one, he has purchased a house. He has purchased a house. മൂന്നാമത്തത്, they donated some bananas. They donated some bananas. അടുത്ത നാലാമത്തത്, my father punished me. Punished meയോ അല്ലെങ്കിൽ some people or some boys. My father punished some boys. Fifth one, the principal warned all the students. The next one, my cousin cheated them. അടുത്ത ഏഴാമത്തത്, ബ്ലാക്കിൽ തന്നെ എഴുതാം. അന്ന decorated my house. Anna decorated my house. Eighth one, my friend is washing his car. Ninth one, Raman will support everyone. Raman will support everyone. Next one, 10th one, my friend will join this seminar. 11th one, Rakhi loves me. 12th one, Rahul reach Mumbai. Yes. അപ്പോൾ ഇത്രയും സെന്റൻസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും ഏതാണെന്ന് നമുക്ക് നോക്കാം. യെസ്, ഫസ്റ്റ് വൺ ഇതൊന്ന് പറഞ്ഞേ, ഏതാണെന്നൊന്ന് പറഞ്ഞേ. ഒരു സെന്റൻസിലെ സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും?
Yes. Yes. പറയാമോ? യെസ്. മൈ ഫ്രണ്ട് സർപ്രൈസ്ഡ് ഓൾ ഓഫ് us. ഇവിടെ ആരാണ് സർപ്രൈസ് ചെയ്തത്? ഡൂവർ ഓഫ് ആക്ഷൻ ആരാണ്? മൈ ഫ്രണ്ട് ആണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ചെയ്തത്? സർപ്രൈസ് ചെയ്തു. ഇതാണ് നമ്മുടെ വേർബ് എന്ന് പറയുന്നത്. സർപ്രൈസ് ചെയ്തു, ആശ്ചര്യപ്പെടുത്തി. ആരെയാണ്? അപ്പോൾ ഇത് ഓൾ ഓഫ് us എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിങ് ആണ്. അപ്പോൾ ലിവിങ് എന്ന് പറഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വയ്ക്കുന്നത്? ഹൂം, ആരെയാണ് സർപ്രൈസ് ചെയ്തത്? ഒബ്ജക്റ്റ്. അതെ. ഹി ഹാസ് പർച്ചേസ്ഡ് എ ഹൗസ്. അപ്പോൾ ഈ പർച്ചേസ്ഡും ബൈയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പോൾ ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? വാങ്ങുന്നു. ഐ ബോട്ട് എന്താണ്? പെൻ. നമ്മൾ പേന വാങ്ങുന്നു. കടയിൽ പോയിട്ട് നോർമലായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നു. അതാണ് നമ്മൾ ബൈ എന്ന് പറയുന്നത്. ചെറിയ ക്വാണ്ടിറ്റി, സ്മോൾ ക്വാണ്ടിറ്റി ഫ്രീക്വൻ്റ് ആയിട്ട്. ക്വാണ്ടിറ്റി ഫ്രീക്വൻ്റ് ആയിട്ട്. എന്നാൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? പർച്ചേസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഐറ്റംസ്. അതായത് കാർ വാങ്ങുന്നു, ഹൗസ് വാങ്ങുന്നു, ഒരുപാട് ഐറ്റംസ്, നമ്പർ ഓഫ് ഐറ്റംസ് കൂടുതലായിരിക്കും. ഒരു പേന വാങ്ങിയാൽ, ഒരു കുപ്പി വെള്ളം വാങ്ങിയാൽ അത് ബൈ ആണ്. എന്നാൽ ഒരു 1000 കുപ്പി വെള്ളം വാങ്ങിയാൽ അതെന്താണ്? പർച്ചേസ്. ഇത് ബിഗ് ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ് ഉള്ള സാധനങ്ങൾ വാങ്ങുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഹി ഹാസ് പർച്ചേസ്ഡ് എ ഹൗസ്. ഇപ്പോൾ ഇവിടെ ആരാണ് വാങ്ങിയത്? ഹി. അപ്പോൾ ഹി എന്ന് പറയുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത്? അപ്പോൾ ഇതിനാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് പഠിക്കാം. എന്താണ് പ്രോനൗൺ, വേർബ് എന്താണ്, ടെൻസ് എന്താണ്, അതെല്ലാം പഠിക്കാം. ഇപ്പോൾ ഇവിടെ പർച്ചേസ്ഡ്, ഇപ്പോൾ ഹാസ് പർച്ചേസ്, ഇതാണ് നമ്മുടെ വേർബ് എന്ന് പറയുന്നത്. ആക്ഷൻ. എന്താണ് വാങ്ങിയത്? ഇവിടെ വാട്ട്. കാര്യം എന്തുകൊണ്ടാണ് വാട്ട് വന്നത്? ഇത് നോൺ ലിവിങ്. ഇതിനാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഹൗസ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. യെസ്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് കിട്ടിയാൽ ഇത് കണ്ടുപിടിക്കാൻ പഠിക്കാം. ദേ ഡൊണേറ്റഡ്. ദേ എന്ന് പറഞ്ഞാൽ ദേ ഡൊണേറ്റഡ് സം ബനാനാസ്. അപ്പോൾ ഇവരാണ് എന്ത് ചെയ്തത്? ഡൊണേറ്റ് ചെയ്തത്. ഇവരാണ് സബ്ജക്റ്റ്. ഈ ഡൊണേറ്റഡ് ആണ് എന്ത് പറയുന്നത്? വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഏത് ക്വസ്റ്റിനാണ്? വാട്ടാണോ വരുന്നത്? ഹൂമാണോ വരുന്നത്? വാട്ടാണോ വരുന്നത്? കാര്യം എന്തുകൊണ്ടാണ്? ഇത് നോൺ ലിവിങ് ആണ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എല്ലാത്തിനും ഇങ്ങനെ വരണമെന്നില്ല. എല്ലാ സെൻറ്റൻസും ഇതേ ഫോമാറ്റ് വരണമെന്നില്ല. അതിൻ്റെ ചേഞ്ച് ഉള്ള ഇത് നമുക്ക് നോക്കാം. മൈ ഫാദർ പണിഷ്ഡ് സം ബോയ്സ്. അപ്പോൾ മൈ ഫാദർ, ഈ ഫാദർ ആണ് എന്ത് ചെയ്തത്? ഇവിടുത്തെ ഡൂവർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്. പണിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വേർബ് എന്ന് പറയുന്നത്. സം ബോയ്സ് ആരെയാണ്? ഹൂം. എന്തുകൊണ്ടാണ് ഹൂം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്? ഇവിടെ ലിവിങ് ഒബ്ജക്റ്റ്, ലിവിങ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ലിവിങ് നൗൺ. ഓക്കെ. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ്. ദ പ്രിൻസിപ്പൽ വാണ്ട് ഓൾ ദ സ്റ്റുഡൻസ്. ഇപ്പോൾ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളാണ് ഈ ഒരു ഡൂവർ ഓഫ് ആൻ ആക്ഷൻ. അപ്പോൾ ഇതാണ് സബ്ജക്റ്റ്, പ്രിൻസിപ്പളാണ്. വാണ്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ വേർബ് എന്ന് പറയുന്നത്. ദെൻ ഓൾ ദ സ്റ്റുഡൻസ് എന്താണ്? ഇവിടെ ഹൂമിൻ്റെ ആൻസർ ആണ്. ആരെയാണ്? ഓൾ ദ സ്റ്റുഡൻസ്. ഇവരാണെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മൈ കസിൻ ചീറ്റഡ് ദം. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എൻ്റെ കസിൻ ബ്രദർ, മൈ കസിൻ ബ്രദർ. അതുപോലെ മൈ കസിൻ സിസ്റ്റർ. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കസിൻ ബ്രദറിനോ കസിൻ സിസ്റ്ററിനോ പറയത്തില്ല. ഓൺലി കസിനെ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? പറയത്തുള്ളൂ. ഒരിക്കലും കസിൻ ബ്രദറിനോ കസിൻ സിസ്റ്ററിനോ പറയത്തില്ല. ഇവിടെ മൈ കസിൻ ആണ് ഇവിടുത്തെ ഡൂവർ, സബ്ജക്റ്റ്. എന്താണ് ചെയ്തത്? ചീറ്റഡ്. ദാറ്റ് ഈസ് വേർബ്. ഹൂം ആരെയാണ്? ലിവിങ് ആണ്. അതുകൊണ്ട് ഹൂം എന്ന് പറയുന്ന എൻ്റെ ആൻസർ ആണ്. ആരെയാണ്? ഇതിനാണ് നമ്മൾ ഒബ്ജക്റ്റ്. യെസ്, ഇതാണ് ഒബ്ജക്റ്റ്. അടുത്ത, അന്ന ഡെക്കറേറ്റഡ് മൈ ഹൗസ്. ആരാണ് ഡെക്കറേറ്റ് ചെയ്തത്? അന്നയാണ് സബ്ജക്റ്റ്. ഡെക്കറേറ്റഡ്, ഇതാണ് ദിസ് ഈസ് വേർബ്. എന്താണ്? വാട്ട്. എന്താണ് ഡെക്കറേറ്റ് ചെയ്തത്? മൈ ഹൗസ്. ഇതാണ് സബ്ജക്റ്റ്. മൈ ഫ്രണ്ട് ഈസ് വാഷിംഗ് ഹിസ് കാർ. മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സബ്ജക്റ്റ് ആണ്. ഈസ് വാഷിംഗ് ഈസ് വേർബ്. എന്താണ്? വാട്ട്. കാര്യം ഇത് നോൺ ലിവിങ് ആണ്. ഹിസ് കാർ, ഇതിനാണ് നമ്മൾ ഒബ്ജക്റ്റ്. ദെൻ രാമൻ ഈസ് സബ്ജക്റ്റ്. വിൽ സപ്പോർട്ട് ഈസ് വേർബ്. ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എവരിവൺ. അപ്പോൾ അവർ നോൺ ലിവിങ് ആയതുകൊണ്ട് ഹൂം. ആരാണ്? എവരിവൺ. ഓക്കെ, അതാണ് ഒബ്ജക്റ്റ്. അടുത്ത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകാം. മൈ ഫ്രണ്ട് വിൽ ജോയിൻ ദിസ് സെമിനാർ. അപ്പോൾ മൈ ഫ്രണ്ട് ഈസ് ദ സബ്ജക്റ്റ്. ഡൂവർ ഓഫ് വിൽ ജോയിൻ ഈസ് വേർബ്. ദിസ് സമ്മർ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വിൽ ജോയിൻ ദിസ് സമ്മർ. അപ്പോൾ ദിസ് സമ്മർ അല്ല, ദിസ് സെമിനാർ. ഓക്കെ, ദിസ് സമ്മർ അല്ലോ, ദിസ് സെമിനാർ. സമ്മർ എന്ന് പറഞ്ഞാൽ അവിടെ ഒബ്ജക്റ്റ് എടുത്തത്. മൈ ഫ്രണ്ട് വിൽ ജോയിൻ ദിസ് സെമിനാർ. അപ്പോൾ എന്താണ്? ഇത് നോൺ ലിവിങ് ആണ്. അപ്പോൾ എന്ത് ജോയിൻ ചെയ്യും? വാട്ട്. ഇതാണ് ഒബ്ജക്റ്റ്. ഞാൻ അടുത്ത് ഈ ക്വസ്റ്റ്യൻ നോക്കി. രാഹി ലവ്സ്. ഇതും കുഴപ്പമില്ല. സബ്ജക്റ്റ്. ദിസ് ഈസ് വേർബ്. ദിസ് ഈസ് ഒബ്ജക്റ്റ്. ഹൂം. ആരെയാണ് ലവ് ചെയ്യുന്നത്? ഹൂം, മീ. അതാണ് ഒബ്ജക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും പഠിച്ചു വെച്ചിട്ട് ഈ 12ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവരും ഒന്ന് പറഞ്ഞു. രാഹുൽ റീച്ച് മുംബൈ. അപ്പോൾ ഇതിനകത്തെ സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും ഏതാണെന്നൊന്ന് പറഞ്ഞു. വേഗം പറഞ്ഞു. കമൻ്റായിട്ട് പറഞ്ഞു.
ഓക്കെ, നിങ്ങൾ ആൻസർ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. യെസ്. ഇപ്പൊ രാഹുൽ റീച്ച്ഡ് മുംബൈ. ഇപ്പൊ രാഹുൽ എന്താണ്? റീച്ച് ചെയ്ത ആളാണ്. രാഹുലാണ് ഡൂവർ. രാഹുലാണ് സബ്ജക്റ്റ്. റീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വേർബാണ്. അപ്പൊ ഈ മുംബൈ എന്ന് പറയുന്നത് രാഹുൽ റീച്ച്ഡ് വാട്ട്? മുംബൈ ഒരിക്കലും ലിവിങ് അല്ല. രാഹുൽ റീച്ച്ഡ് എന്ത്? രാഹുൽ എന്തെത്തി? അങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ല. വാട്ട് അല്ലെങ്കിൽ ഹൂം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ റീച്ചിന്റെ കൂടെ വേർബിന്റെ കൂടെ ആൻസർ ആയിട്ട് എന്താ വരുന്നത്? റീച്ച് വെയർ, എവിടെയാണ് എത്തിയത്? വെയർ. അപ്പോൾ വെർബിനകത്തോട്ട് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വെയർ എന്നുള്ളതാണ്, നോട്ട് വാട്ട് ഓർ ഹൂം. അപ്പോൾ നമ്മൾ പഠിച്ചു, നമ്മൾ വെർബിന്റെ കൂടെ വാട്ട് അല്ലെങ്കിൽ ഹൂം എന്ന് ചോദിച്ചാൽ മാത്രമേ, വാട്ട് ഫോർ നോൺ ലിവിങ്, ഹൂം ഫോർ ലിവിങ്. അപ്പോൾ വെർബിന്റെ കൂടെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കണം? വാട്ട് അല്ലെങ്കിൽ ഹൂം ആയിരിക്കണം ഫോർ ഫൈൻഡിങ് ഒബ്ജക്റ്റ്. എന്നാൽ പ്രിപ്പോസിഷൻ്റെ കൂടെ ഓൾവേസ് ഒബ്ജക്റ്റ് കണ്ടിരിക്കും. ഇവിടെ നോക്ക്, ഇവിടെ വേർബിന്റെ കൂടെ നമ്മൾ വെയർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, വാട്ട് അല്ലെങ്കിൽ ഹൂം അല്ല. അപ്പോൾ വെയർ എന്ന് പറയുന്ന ഇതിന്റെ ആൻസർ ആണ് നമുക്ക് മുംബൈ എന്ന് വന്നത്. അപ്പോൾ നമ്മൾ വേർബിന്റെ കൂടെ വെയർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു പാർട്സ് ഓഫ് സ്പീച്ചിനെ നമ്മൾ എന്ത് പറയും? ആഡ്വർബ്. അപ്പോൾ ഇതെന്താണ്? ഇതിനെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ആഡ്വർബ്. മുംബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ക്വസ്റ്റിനകത്ത് ഒബ്ജക്റ്റ് അല്ല. എന്തുകൊണ്ട് ഒബ്ജക്റ്റ് അല്ലാത്തത്? ഇത് വേർബിൻ്റെ കൂടെ വാട്ട് അല്ലെങ്കിൽ ഹൂം ചോദിക്കുമ്പോൾ കിട്ടുന്നതല്ല, വെയറിന്റെ ആൻസർ ആണ്. അപ്പോൾ എന്താണ് ആഡ്വർബ്, എങ്ങനെയാണ് അതിന്റെ യൂസ്, അതെല്ലാം നമ്മൾ പഠിക്കാം. ഇതെന്താണ്? മുംബൈ എന്ന് പറഞ്ഞാൽ ആഡ്വർബ്. ഇത് ഒബ്ജക്റ്റ് അല്ല. ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആഡ്വർബ് എന്താണ്, ബാക്കി പ്രിപ്പോസിഷൻ എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു ഒബ്ജക്റ്റ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രിപ്പോസിഷൻ കഴിഞ്ഞാൽ, എന്നാൽ പ്രിപ്പോസിഷൻ കഴിഞ്ഞ് എന്ത് വന്നേ പറ്റൂ? ഓൾവേസ് നമുക്ക് ഒബ്ജക്റ്റ് വന്നേ പറ്റൂ. അതിന് കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം. പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വരുന്നതിന്. ഇപ്പം ഇവിടെ നമ്മൾ രാഹുലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ രാഹുൽ പ്ലേസ് ക്രിക്കറ്റ് ഫോർ എന്തൊക്കെ വരാം? മുംബൈ. ആർക്കൊക്കെ വേണ്ടി കളിക്കാം? ഫോർ മുംബൈ, ഫോർ ഹിസ് ഫാമിലി, ഫോർ മണി, ഫോർ മീ, ഫോർ ഹാപ്പി. ഇങ്ങനെ പറയുമോ? ഫോർ സ്റ്റോൺ, ഇങ്ങനെ പറയും. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ഒബ്ജക്റ്റ്? ഞാൻ ഓരോ നമ്പർ തരാം. 1 2 3 4 5 6. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയാം കേട്ടോ. കമൻ്റ് ആയിട്ട് പറയാം. ഇതിൻ്റെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയും സ്റ്റാർട്ട് ചെയ്യാം. ഡെയിലി ക്ലാസ് ഇടുന്നത് എനിക്ക് പോസിബിൾ ആയ ഒരു കാര്യമല്ല. ഡെയിലി ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കാണില്ല. മാക്സിമം 3 ക്ലാസ് ആഴ്ചയിൽ തരുന്നതായിരിക്കും. അപ്പോൾ കമൻ്റ് ആയിട്ട് നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറയുക. ബാക്കി ജിഡിയുടെ ക്ലാസ്സുകളും ബാക്കി എല്ലാ ക്ലാസ്സുകളും കാണുക. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്യുക, ഫുൾ ക്ലാസ് കാണുക. അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഫുൾ ഇരുന്ന് കാണുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.